OTT-യിൽ കാണാനായിട്ട് നല്ല ഏതെങ്കിലും സിനിമ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാൽ ഞാനൊരു മൂവി സജസ്റ്റ് ചെയ്യാം. മൂവിയുടെ പേര് സിറൈ എന്നാണ്. ഇത് ഒരു ക്രൈം ഡ്രാമയാണ്, തമിഴ് മൂവിയാണ്. ഒരു പക്ഷേ നമ്മൾ ആരും അധികം ശ്രദ്ധിക്കാതെ പോയൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സുരേഷ് രാജകുമാരിയുടെ ഡയറക്ഷനിൽ ലളിത് കുമാർ പ്രൊഡ്യൂസ് ചെയ്ത ഈ മൂവിയിൽ വിക്രം പ്രഭുവും അനിഷ്മയും രമ്യ സുരേഷും അക്ഷയ് കുമാറും ഒക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ മൂവിയുടെ തിയേറ്റർ റിലീസ് 2025 ഡിസംബർ 25 പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ മൂവി അധിക ദിവസം തിയേറ്ററിൽ ഓടിയില്ല. പിന്നീട് ജാനുവരി 23, 2026 C5 അടുത്തതായിട്ട് OTT റിലീസിന് വരുന്നത്. ഡയറക്ടേഴ്സിൻ്റെയും ലീഡ് ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഡെബ്യൂ മൂവി എന്നും കൂടി പറയാനുള്ളൊരു സവിശേഷത ഈ മൂവിക്കുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള യാതൊന്നും നമുക്ക് ഈ സിനിമയിൽ ഇവരുടെ പെർഫോമൻസിൽ തോന്നില്ല. കാരണം അത്രയും നാച്ചുറലായിട്ടാണ് ഇതിലെ ഓരോ ആക്ടേഴ്സും അഭിനയിച്ചിരിക്കുന്നത്. 2003 കാലഘട്ടത്തിൽ വെല്ലൂര് നടക്കുന്ന ചില സംഭവങ്ങൾ എന്ന രീതിയിലാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർട്ടിംഗ് കാണുന്ന ഏതൊരാളും വിചാരിക്കും ഇതൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ മൂവിയാണ് എന്നുള്ളത്. കതിരവൻ എന്ന പോലീസ് കോൺസ്റ്റബിളിൻ്റെ റോളാണ് വിക്രം പ്രഭു ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വിക്രം പ്രഭുവിൻ്റെ കരിയറിലെ നല്ലൊരു മൂവി എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ പറയാം. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ അക്ഷയ് കുമാറിൻ്റെ അബ്ദുൾ റൌഫാണ്. അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിൽ 5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും പിന്നീട് ഓരോ തവണയും സെൻട്രൽ ജയിലിൽ നിന്ന് കോർട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് റിജക്റ്റായി അഗെയിൻ ജയിലിലേക്ക് പോകപ്പെടുകയും ചെയ്യുന്ന ഒരു നിസ്സഹായനായ യുവാവിൻ്റെ റോളാണ് അബ്ദുൾ റൌഫ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ സിനിമ കാണുന്ന ഏതൊരു വ്യക്തിയെയും കണ്ണു നനയിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലൊരു യാത്രയുടെ ഇടയിലാണ് അബ്ദുൾ റൌഫ് കതിരവനെ മീറ്റ് ചെയ്യുന്നത്. പിന്നീട് തൻ്റെ പ്രണയത്തെക്കുറിച്ച് അയാളോട് സംസാരിക്കുകയും അത് എത്രത്തോളം ഡീപ്പാണെന്ന് മനസ്സിലാക്കുന്ന കതിരവൻ പിന്നീട് ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് ചേർക്കാനായിട്ട് ശ്രമിക്കുന്നിടത്താണ് സിനിമ ശരിക്കും ക്ലൈമാക്സിൽ എത്തുന്നത്. അതുപോലെ തന്നെയാണ് അനിഷ്മയുടെ കലയരസി എന്ന ക്യാരക്ടറും. ഒരു ഗ്രാമത്തിലെ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയെ എത്രയും മനോഹരമായി ചെയ്യാമോ അത്രയും മനോഹരമായിട്ട് തന്നെ അനിഷ്മ ഈ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക്കും കൂടി ആയപ്പോൾ മൂവി ശരിക്കും ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാം. അത്രയും നല്ല മനോഹരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സും. ഇതിലെല്ലാം എടുത്തു പറയേണ്ടത് ഈ മൂവിയുടെ സ്റ്റോറി തന്നെയാണ്. ചെറിയൊരു സീനാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ ഇടയിൽ ഇന്നും നിലനിന്ന് പോകുന്ന വർഗീയതയുടെ വിഷയത്തിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഈ മൂവിയുടെ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ക്ലൈമാക്സിലെ കുറച്ച് ഡയലോഗ്സ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അധികാരത്തിലിരിക്കുന്ന ഒരുപാട് പേർക്ക് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഡയലോഗ്. നമ്മുടെ അധികാരത്തിനെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് വല്ലപ്പോഴെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളൊരു ഡയലോഗ്. ഒരുപക്ഷെ സിനിമ കണ്ടു കഴിയുന്ന ഏതൊരാൾക്കും ഒരു തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ എന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു മൂവി തന്നെയാണ് സിറൈ.